നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 102. രാത്രി എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് ജയ്ക്ക് ഓർമ്മയില്ല. നേരം വെളുക്കുമ്പോഴേക്കും മീനുവിൻ്റെ കോളായിരുന്നു അവനെ വിളിച്ചുണർത്തിയത്. ഹലോ ജയ്, ഉറങ്ങായിരുന്നോ? അല്പം ഉറക്കച്ചവടോടു കൂടി തന്നെയാണ് അവൻ ഫോൺ എടുത്തത്. ഉറങ്ങിപ്പോയി. എത്താറായോ ഒന്ന് നോക്കിയേ. നോക്കട്ടെ. അടുത്ത സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ജയ് പുറത്തേക്ക് നോക്കിക്കൊണ്ട് മീനുവിനോട് പറഞ്ഞു. താൻ കറക്റ്റ് സമയത്താണ് ഇപ്പോൾ വിളിച്ചത്. ഉറങ്ങിപ്പോയേനെ ഞാൻ. ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതാ ഞാൻ അലാറം വെച്ചത്. താൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് രാത്രി ഒരുപാട് ലേറ്റായിരുന്നു വരുമ്പോൾ? കുറച്ച് ലേറ്റായി. പിന്നെ ഈ രാവിലെ അലാറം വെച്ച് എണീക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ, ഒരു മനസ്സമാധാനം കിട്ടണ്ടേ, അത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. ഓ അങ്ങനെ. ഇനിയിപ്പോൾ എന്തായാലും ഉറക്കം പോയല്ലോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇറങ്ങിക്കോളാം. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? അല്ല, ആദ്യമായിട്ടാണോ ബാംഗ്ലൂരിൽ പോകുന്നത്? അല്ല, ഞാൻ പോയിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. എന്തേ? അല്ല, ബാംഗ്ലൂരൊക്കെ പരിചയമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും പരിചയമില്ലാത്തൊരു സ്ഥലമല്ല. അത്യാവശ്യമൊക്കെ അറിയാം. പിന്നെ മോൾ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം, കുഴപ്പമില്ല, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അല്ല, ഞാൻ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? അല്ല, താൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ പോവാണോ എന്നൊരു ടെൻഷൻ, അത് കാരണം അങ്ങനെ ചെയ്തതാണ്. താൻ അവിടെ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ടാക്സി അവിടെ കാണും. തനിൻ്റെ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ വിളിച്ചോളും. ഓക്കെ? പിന്നെ രാത്രിയിൽ ഇവിടുന്ന് പുറപ്പെട്ടതല്ലേ, കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ പോയാൽ മതി. ഓക്കെ? അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കെ ഉണ്ട്, അങ്ങനെ പോയാൽ മതി. പിന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നെനിക്കറിയില്ല, എന്നാലും ആ ടാക്സി ഡ്രൈവറുടെ കയ്യിൽ തനിക്ക് ധരിക്കാൻ ഞാനൊരു ഡ്രസ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ധരിക്കുക. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ? തനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ധരിച്ചോളൂ. പിന്നെ തനിക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ചെന്ന് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി. ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട്. അല്ല മീനു, ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, താനെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ജയ്, താൻ പോകുന്നത് എൻ്റെ മകളെ കാണാനാ. അപ്പോൾ തൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അവിടെ എത്തിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ? ഇതിലിപ്പോൾ എന്താ ബുദ്ധിമുട്ടാവാനുള്ളേ? ജയ്, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന്. എൻ്റെ മകളെ കാണാൻ വേണ്ടി താൻ ഇവിടുന്ന് പോകുമ്പോൾ തൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ? എന്തായാലും സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ടാക്സി ഡ്രൈവർ തന്നെ വിളിച്ചോളും. ആ ടാക്സിയിൽ തന്നെ പോയാൽ മതി. ഹോട്ടലിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടും. ഓക്കെ? യാതൊരു പ്രോബ്ലവും ഇല്ല. തനിക്ക് എപ്പോഴാണോ തിരിച്ചു വരേണ്ടത് അപ്പോൾ അവർ വിളിച്ചാൽ മതി, അപ്പം തന്നെ അവർ വന്ന് കൊണ്ടുവന്നോളും. ഓക്കെ? പിന്നെ താൻ ഇവിടുന്ന് പോവാനുള്ള ടിക്കറ്റല്ലേ എടുത്തിരുന്നുള്ളൂ? അതെ. തിരിച്ചിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ടിക്കറ്റ് എടുക്കാം. അല്ല, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എടുത്തോളാം. ജയ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകളെ കാണാനാണ് താൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ടാക്സിയുടെയും ഹോട്ടലിൻ്റെയൊക്കെ ബില്ല് ഞാൻ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും പേ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ? പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കണം. തനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഭവങ്ങൾ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഓക്കെ? അല്ല മീനു, അതിൻ്റെ ആവശ്യം എന്താ? ജയ് പ്ലീസ്, ഒന്നും ഇങ്ങോട്ട് പറയല്ലേ.
ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെ മകളെ കാണാൻ പോകുമ്പോൾ ആ ഒരു ഇത് കാണിക്കണ്ടേ എനിക്ക്. അത്രേ ഉള്ളൂ. പിന്നെ ആഹ്, തൻ്റെ വേഷത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പറയാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. ആഹ്, ഇപ്പോൾ താൻ അവളുടെ ബ്രദറാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബ്രാൻഡഡ് ഡ്രസ്സുകൾ ധരിച്ചാൽ അത് കുറച്ചുകൂടി ബെസ്റ്റായിരിക്കും. ഓക്കെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡ്രസ്സ് കൊടുത്തത്. ഓക്കെ. കാണുമ്പോൾ അവർക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ജയ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല, വസ്ത്രം വെച്ച് ആരെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവർ ചിന്തിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. എനിക്ക് മനസ്സിലായി. ആ, ഓക്കെ. തനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ താൻ നോക്കി വാങ്ങിക്കോളൂ. അത് എൻ്റെ സെലക്ഷനാണെന്ന് മാത്രം. ആ, തനിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. അവിടേക്ക് ടാക്സി ഡ്രൈവർ തന്നെ കൊണ്ടുപോകും. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. മെനു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ജയ്, നീ എനിക്ക് നൽകുന്ന സന്തോഷം നിനക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജയ്. അതിന് ഞാൻ ഏതൊക്കെ രീതിയിൽ നിന്നോട് നന്ദി പ്രകടിപ്പിച്ചാലും അതൊന്നും പകരാവില്ല ജയ്. അതുകൊണ്ടാ ജയ്, നീ എനിക്ക് നൽകുന്ന സന്തോഷത്തിന് ഏതൊക്കെ രീതിയിലാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നാലും നീ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു പകുതി പോലും ആവില്ല. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വല്ലാത്തൊരു മോഹമാണ്. കാരണം നീ എനിക്ക് വേണ്ടി അത്രത്തോളം ചെയ്യുന്നുണ്ടാ. പ്ലീസ് ജയ്, എതിർത്തൊന്നും പറയരുത്. മറ്റൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. നീ അവളുടെ ബ്രദറാണെന്ന് പറഞ്ഞ് പോകുമ്പം ഒരു കുറവ് വരരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊരു കുറവായിട്ടൊന്നും തോന്നിയിട്ടല്ല. ദയവായിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നീ പെർഫെക്റ്റാണ്. ഒരു പ്രശ്നവുമില്ല എനിക്ക്. പക്ഷേ നീ ചെല്ലുന്നത് അവിടെ എൻ്റെ മകളുടെ ബ്രദറായിട്ടല്ലേ? അപ്പോൾ നിൻ്റെ വേഷത്തിലും ആ ലുക്ക് കാണണം. അതുകൊണ്ട് മാത്രമാണ്. അവൾ പറഞ്ഞ കാര്യത്തിന് ജയ് മറുപടിയൊന്നും പറഞ്ഞില്ല. ജയ്, ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന്. ഓക്കെ, ആ ഡ്രസ്സ് ഞാൻ ധരിക്കാം, അതെനിക്ക് മനസ്സിലായി. അതിന് ഹോട്ടലൊന്നും അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എവിടുന്ന് തട്ടുകടയിൽ നിന്ന് വല്ല കഴിക്കാൻ പറ്റും. അല്ലാതെ അതിനെന്തിനാ ഹോട്ടലൊക്കെ? ജയ്, നിനക്ക് ഒരു കുറവും വരാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമുണ്ട് ജയ്. ഇത്രയും നാൾ എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്ക് നിന്നെ നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല ജയ്. ഇനി അങ്ങോട്ട് നിനക്കൊരു കുറവും വരാതെ നോക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതെൻ്റെ ഒരു വാശിയാണ്. പ്ലീസ് ജയ്, എതിർത്തൊന്നും പറയരുത്. മീനുവിൻ്റെ വാക്കുകൾ ജയുടെ ഹൃദയത്തിൽ വല്ലാണ്ട് സ്പർശിച്ചു. താൻ കരുതിയതൊന്നും തെറ്റായിരുന്നില്ല. അവളുടെ ഉള്ളിൽ തന്നോടുള്ള പ്രണയം തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ഒന്നും മിണ്ടിയില്ല. ജയ്, നീ എന്താ ഒന്നും മിണ്ടാതെ? ഏയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ എൻ്റെ ഭർത്താവായിട്ട് ഏകദേശം 7 മാസങ്ങൾ കടന്നുപോയി. ഒരു ഭർത്താവിന് നൽകേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ ഒന്നും എനിക്ക് നിനക്ക് നൽകാൻ പറ്റിയിട്ടില്ല. ഒക്കെ എൻ്റെ കുറ്റമാണ്, എനിക്കതറിയാം. പക്ഷേ ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല ജയ്. ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും ഒരു കുറവും നിനക്ക് ഞാൻ വരുത്തില്ല. ഓക്കെ. നീ നാട്ടിൽ വരുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ജയ്, എന്താ ഒന്നും പറയാതെ?
എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ ശരി, ഞാൻ വയ്ക്കട്ടെ. മീനു കോൾ കട്ട് ചെയ്തപ്പോഴേക്കും ജയ് വീണ്ടും വല്ലാത്തൊരവസ്ഥയിലായി. എൻ്റെ കർത്താവേ, എൻ്റെ സംശയങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല. ഇവളെന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്നാലും ഇത്രയും വലിയൊരു തെറ്റ് എങ്ങനെ സംഭവിച്ചു? ഇത് വെറുതെ തെറ്റിദ്ധാരണ തന്നെ ആവുമോ? ഞാനിപ്പോൾ അവളെ പെങ്ങളെപ്പോലെയല്ലേ കാണുന്നേ. അപ്പോൾ പിന്നെ അവളീ കാണിക്കുന്ന സ്നേഹവും അത് രീതിയിൽ തന്നെ ആവാലോ. ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുകയാണോ? എനിക്ക് വയ്യ. അങ്ങനെ ആവണേ കർത്താവേ. അവൾക്ക് എന്നോട് വേറൊരു ഫീലിങ്സും തോന്നല്ലേ, പ്ലീസ്. ജയ് അങ്ങനെ അങ്ങ് ആലോചിച്ചിരുന്നപ്പോഴേക്കും ട്രെയിൻ നിർത്തി. ബാംഗ്ലൂർ സ്റ്റേഷനിലെത്തി. ജയ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴേക്കും ജയുടെ ഫോൺ റിങ് ചെയ്തു. ജയ് കോൾ അറ്റൻഡ് ചെയ്തു. പരിചയമില്ലാത്ത ശബ്ദം. ഹലോ സർ, ഞാൻ മാഡം പറഞ്ഞിട്ട് വന്ന ടാക്സി ഡ്രൈവറാണ്. ഞാൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് സർ. ജയ് കോൾ കട്ട് ചെയ്തു. അവർ പറഞ്ഞതനുസരിച്ച് ജയ് ടാക്സിയിൽ കയറി. ടാക്സിയിൽ കയറിയ ഉടനെ ജയെ ആദരവോടുകൂടി നോക്കി ടാക്സി ഡ്രൈവർ പറഞ്ഞു, സാറിനെ ആദ്യം ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനാണ് മാഡം പറഞ്ഞത്. അവിടുന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോസ്റ്റലിൽ എത്തിക്കണം. ഇങ്ങനെയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ സർ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പിന്നെ ഇത് സാറിന് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. ടാക്സി ഡ്രൈവർ ജയ്ക്ക് നേരെ ഡ്രസ്സ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ജയ് ഒന്നും പറയാതെ തന്നെ ഡ്രസ്സ് വാങ്ങി. കുറച്ച് സമയത്തിനു ശേഷം കാർ ഒരു വലിയ കവാടത്തിന് മുന്നിൽ നിന്നു. അത് ദലീല പാലസ് ബാംഗ്ലൂർ എന്ന് എഴുതിയിരിക്കുന്ന ജയ് കണ്ടു. വലിയ ഗ്ലാസ് വാതിലുകളും രാജകൊട്ടാരത്തെ ഓർമ്മിപ്പിക്കുന്ന കെട്ടിടവും കണ്ടപ്പോൾ ജയ് കുറച്ചു നേരം അനങ്ങാതെ നിന്നു. ഇങ്ങനെയൊരു ആഡംബര ഹോട്ടൽ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അകത്ത് കയറിയപ്പോൾ തിളങ്ങുന്ന മാർബിൾ നിലം, മനോഹരമായ പൂക്കളുടെ സുഗന്ധം, പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ജീവനക്കാർ, എല്ലാം അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നിച്ചു. മീനു തൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കിട്ടിയ സൗഭാഗ്യമാണിതെന്ന് അവൻ ആ നിമിഷം ഒന്നോർത്തു. അവൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് ഇനിയങ്ങോട്ട് സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുകൂടി ജയ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് എത്തി. ജയ് സാർ അല്ലേ? അയാൾ ചോദിച്ചു. അതെ സാറ് വരുന്ന കാര്യം മാഡം വിളിച്ച് പറഞ്ഞിരുന്നു. സർ വരൂ പ്ലീസ്. ഓക്കെ. അയാൾ ജയ്യെ കൂട്ടിക്കൊണ്ടുപോയി. റിസപ്ഷനിൽ പേര് പറഞ്ഞു. ജീവനക്കാർ ആദരവോടുകൂടി പുഞ്ചിരിച്ച് സ്വീകരിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സ്റ്റാഫ് കൂടി അവിടെ എത്തി. ജയ്യുടെ ബാഗുമെടുത്ത് ലിഫ്റ്റിലേക്ക് നടന്നു. സർ ചെന്നോളൂ. സാറ് കൂടെ ചെന്നോളൂ. ആ സ്റ്റാഫ് മുറി കാണിച്ചു തരും. സാറൊന്ന് ഫ്രഷായിട്ട് താഴെ വന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ സ്റ്റാഫ് ജയ്യോട് പറഞ്ഞു. ജയ് എല്ലാത്തിനും ഒന്ന് മൂളുക മാത്രം ചെയ്തു. സ്റ്റാഫിൻ്റെ കൂടെ ജയ് ലിഫ്റ്റിലേക്ക് നടന്നു. ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നപ്പോൾ നീളമുള്ള നിശബ്ദമായ ഒരിടനാഴി. മൃദുവായ കാർപ്പറ്റ് വിരിച്ചിരുന്നതിനാൽ കാൽ ചുവട്ടുകളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല. റൂമിൻ്റെ വാതിൽ തുറന്ന നിമിഷം ജയ് അത്ഭുതത്തോടു കൂടി അകത്തേക്ക് നോക്കി. വിശാലമായ കിടക്ക, വെളുത്ത വൃത്തിയുള്ള ബെഡ്ഷീറ്റ്, നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണുന്ന വലിയ ഗ്ലാസ് ജനൽ,
മൃദുവായ സോഫ, ജോലിക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന മേശ, വലിയ ടെലിവിഷൻ, മിനി ഫ്രിഡ്ജ് എല്ലാം അത്യന്തം വൃത്തിയും ഭംഗിയുള്ളതുമായിരുന്നു. ബാത്റൂമിൽ കയറിയപ്പോൾ വീണ്ടും അത്ഭുതം. മാർബിൾ കൊണ്ട് അലങ്കരിച്ച ചുമരുകൾ, ഗ്ലാസ് ഷവർ ഏരിയ, മൃദുവായ വെളുത്ത ടവലുകൾ, സുഗന്ധമായ സോപ്പും ഷാമ്പുവും, ചൂടുവെള്ളവും തണുത്ത വെള്ളവും വേർതിരിച്ചുള്ള സംവിധാനം. ഇതൊന്നും അവൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. സിനിമകളിലും സ്വപ്നങ്ങളിൽ പോലും താൻ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും ആഡംബരമായ സംവിധാനങ്ങൾ. ജയ് ഒരു നിമിഷം അങ്ങനെ അതങ്ങ് ആസ്വദിച്ച് നിന്നുപോയി. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ താൻ അനുഭവിച്ചതായിരിക്കില്ല ഇനിയങ്ങോട്ട് താൻ അനുഭവിക്കാൻ പോകുന്നതെന്ന് അവൻ്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ. മീനുവെന്ന പണക്കാരി പെണ്ണിന് തന്നോട് തോന്നുന്ന സ്നേഹം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലെ തലവര മാറ്റുന്ന ഒന്നുകൂടിയായിരിക്കുമെന്ന് ജയ്ക്ക് ആ സമയം തോന്നി. വിശന്നിരിക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാതിരുന്ന തൻ്റെ ജീവിതത്തിലെ ആ നിമിഷങ്ങൾ ജയ് അല്പമൊന്നോർത്തു. ഇന്ന് താൻ നിൽക്കുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. തൻ്റെ തലവര പെട്ടെന്ന് മാറിയോ എന്ന് അവന് തന്നെ സംശയം തോന്നി. മീനു നൽകുന്ന സുഖസൗകര്യങ്ങൾ ജയുടെ മനസ്സു മാറ്റുമോ? കഥയറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബാക്കി ഭാഗം ഉടൻ വരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.